ഓണം തൂക്കിയാ? തൂക്കിയില്ലേ? നിങ്ങൾ തന്നെ പറയാം. ഞാൻ ഇന്നലെ പറഞ്ഞില്ല തൂക്കുന്നു പറഞ്ഞില്ല. തൂക്കി, ഓണം തൂക്കി. അടിപൊളി ഫിലിമാട്ടോ, നല്ലൊരു മാസ് എന്റർടൈൻമെന്റ് ആണ്. എല്ലാ ടൈപ്പ് ഓഫ് ഓഡിയൻസിന് പറ്റുന്ന ഒരു ഫിലിമാണ്. ഫൈറ്റും ഡാൻസും ഒക്കെ, കോമഡി ഉണ്ട്, ഡാൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. മാസ് എന്റർടൈൻമെന്റ്. നല്ല പടം ഒന്നും പറയാനില്ല. സത്യം പറഞ്ഞാല് ഈ ഓണത്തിന് നമുക്ക് ഫാമിലി ആയിട്ട് വന്ന് സന്തോഷിച്ച് ചിരിച്ച് തന്നെ പോവാം. നല്ല മൂവിയാണ്, എല്ലാവർക്കും ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ ഒരു പടമാണ്. റഹ്മാനിക്കാടെയും ടീമിന്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെ പറയാം. ക്ലൈമാക്സ് ഒരു രക്ഷയില്ല. സൂപ്പർ പടം. നല്ല പടം, ഫുൾ കോമഡിയാ, സൂപ്പറാ. നല്ല പടം, അടിപൊളി പടം. ഫണ്ണാണ്, പിന്നെ അത്യാവശ്യം നല്ല സ്റ്റണ്ട് ഉണ്ട്. ആരാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്? റഹ്മാൻ. പഴയ റഹ്മാനെ കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും, അതിലും അടിപൊളിയാ. അടിപൊളി പടം, ഫുൾ കോമഡി. തീർച്ചയായിട്ടും ഓണച്ചിത്രങ്ങളിൽ ഏറ്റവും കളക്ഷൻ നേടാൻ പോകുന്ന ഇത്ര ഇതായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒട്ടും ഡൗട്ടില്ല. ഫുള്ള് കോമഡിയാണ്. ഫസ്റ്റ് മുതൽ തീരുന്നത് വരെ കോമഡിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടെടുത്ത നല്ലൊരു ഓമർ ചിത്രം. നമ്മൾ ഓമറിന്റെ ഒരുപാട് ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ആവക്കിനെത്തിപ്പെടുത്തിയ നല്ലൊരു മലയാള ചിത്രം, ഫുള്ളായിട്ടുള്ള ഒരു മലയാള ചിത്രം. ഇത്രയും കോമഡി വർക്കൗട്ട് ആയ ഒരു ചിത്രം ഈ അടുത്ത കാലത്തൊന്നും ഇറങ്ങിയിട്ടുണ്ടാവില്ല. തീർച്ചയായിട്ടും ഈ ഒരു ചിത്രം വൻ വിജയം നേടും. റഹ്മാൻക്ക് പറയാനില്ല, നമ്മുടെ എവർഗ്രീൻ സ്റ്റാർ എന്ന് തന്നെ പറയാം. അത് ആ ടൈറ്റിൽ പോലെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ കണ്ട് കൈയടിച്ച ആളുകളാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ആ പഴയ ട്രാക്കിലേക്ക് ഇതിലേക്ക് വന്നു. ലീഡിങ് റോളിൽ തന്നെ അദ്ദേഹം ഇതില് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എല്ലാവരും മികച്ച അവർക്ക് കൂട്ടായിട്ടുള്ള ആൻസൺ പോൾ ആയാലും, അതേപോലെ ബിബിൻ ജോർജ് ആയാലും, എല്ലാവരും സെന്തിൽ കൃഷ്ണ ആയാലും എല്ലാവരും നല്ല രീതിയിൽ തന്നെ, ടിനി ടോം, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും ഒരു ചെറിയൊരു 2020 തന്നെയാണ്. എല്ലാവരും ധ്യാൻ ശ്രീനിവാസനെയൊക്കെ മികച്ച കഥാപാത്രം. തീർച്ചയായിട്ടും നല്ലൊരു കോമഡി എന്റർടൈനർ മൂവിയായിട്ട് എനിക്ക് തോന്നി. ഇത് എന്തുകൊണ്ട് ഈ ഓണം ലക്ഷ്യമാക്കിയ മൂവിയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും കൂടെ ആദ്യമായിട്ടിരുന്ന് കണ്ടു, തിരിച്ചും ഒന്നുകൂടി കാണണം. എനിക്ക് കുറച്ചൊക്കെ മിസ്സായി. എല്ലാവരും റിയാക്ഷനും പരിപാടികളൊക്കെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട് സിനിമ. എല്ലാവരും ചിരിച്ച് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇമോഷന്റെ സമയത്തേക്കും എല്ലാവർക്കും ഒരു ചെറുതായിട്ട് മനസ്സൊക്കെ നനയുന്നുണ്ട്. ആക്ഷൻ സമയത്തൊക്കെ ആൾക്കാർ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും റഹ്മാനിക്കാൻ ഇങ്ങനെ കാണാനാണ് നമുക്കും ആഗ്രഹം. അപ്പോൾ ആസ് എ ഫാൻ, റഹ്മാനിക്കയുടെ ആസ് എ ഫാൻ, എനിക്കിങ്ങനെ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമായി. ഓണം ഒരു ഫെസ്റ്റിവൽ മൂടുപോൾ സിനിമയാണ്. സാറിന്റെ മറ്റുള്ള സിനിമയുടെ വ്യത്യസ്തമായിട്ടുള്ള ഫാമിലിക്ക് കൂടി വേണ്ടിയുള്ള സിനിമയാണ്. ഇതിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കോമഡി, നല്ല മാസ്, നല്ല കളർഫുള്ളാണ്. പിന്നെ നല്ല RR മ്യൂസിക്, എല്ലാം അടിപൊളിയാണല്ലേ. പിന്നെ ഫൈറ്റൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. ലാഗില്ല സിനിമയിൽ. ഓരോരുത്തരും ഇങ്ങനെ മാറി ഓരോരോ ക്യാരക്ടേഴ്സ് വന്നിട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് വളരെ നല്ലൊരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയത് വളരെ സന്തോഷം. അപ്പൊ എല്ലാ ഫാമിലിയിലും ക്ഷണിക്കുന്നതാണ്. എല്ലാവരും പറഞ്ഞ സിനിമ കാണും. ബാഡ് ബോയ്സ് നല്ല സിനിമയാണ്. ജയ്ഭവാനിയുടെ എംപ്ലോഗാണ്. അപ്പൊ ഇവിടെ നിന്ന് ആരോ അജ്മൽ എന്ന് പറഞ്ഞ നമ്മള് കൂട്ടുകാരും മേടിച്ചോണ്ട് തന്നത് ആ ഗിഫ്റ്റ് ആയിട്ട്. ഭയങ്കര ഓളമുള്ള തിയേറ്ററിലൊക്കെ ഇന്നലെ പറഞ്ഞല്ലേ ഈ തിരക്കിന്റെ ഇടയിലും എങ്ങനെ നടക്കുന്നു. തിരക്കിന്റെ ഇടയിൽ നടക്കാനാണ് ഇഷ്ടം. ഓക്കെ, ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോ പാട്ട്, ഡാൻസ് എല്ലാം കൂടി ചേർന്ന ഓണത്തിന് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു പടം ഞങ്ങൾ തന്നിരിക്കുകയാണ്. ഇനി നിങ്ങൾ ഇരുകൈ നീട്ടി സ്വീകരിക്കുക. ഞാൻ ബാഡ് ബോയ്സിൽ ഷിലു മാമിന്റെ ചൈൽഡ്ഹുഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പൊ എന്റെ ഫസ്റ്റ് മൂവി ആയിരുന്നു. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു മൂവി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടപ്പോൾ വളരെ സന്തോഷമായി സ്ക്രീനിൽ കണ്ടപ്പോൾ. അപ്പൊ എല്ലാവരും പോയിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. നല്ല മൂവിയാണ്. ഓണത്തിന് എല്ലാ ഫാമിലിയോടെ പോയിട്ട് കാണാൻ പറ്റുന്ന അടിപൊളി മൂവിയാണ്. അപ്പൊ എല്ലാവരും പോയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യും. വളരെ നമുക്ക് ചിരിക്കാൻ പറ്റുന്ന കുറെ, നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കോമഡി ഓമർക്ക് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ നല്ല ചിരിക്കാൻ പറ്റുന്ന, നല്ല ഫണ്ണായിട്ടുള്ള, നല്ല ഫൈറ്റ് ഒക്കെ ഉള്ള നല്ല മൂവിയാണ്. എനിക്ക് അങ്ങനെ ഇന്ന ക്യാരക്ടർ ഒന്നുമല്ല, എല്ലാവരും അവരുടെ ഭാഗം നന്നായിട്ട് ചെയ്തു. റഹ്മാനിക്കാനെ സംബന്ധിച്ച് കുറെ വർഷത്തിന് ശേഷം വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വെറൈറ്റി ആയിട്ട് ഇരിക്കാനും നല്ല വെറൈറ്റി ലുക്കിൽ കാണാൻ പറ്റുന്നുണ്ട്. എല്ലാവരും നന്നായിട്ട് ചെയ്തു. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണം ബാഡ് ബോയ്സ് കൊണ്ടുപോയി. ടിനി ടോം, ബാബു ആന്റണി, ബിബിൻ ജോർജ്, റഹ്മാൻ, ഒരു രക്ഷയില്ല. റഹ്മാൻജിയുടെ ഒരു ആറാട്ടം തന്നെ പറയാം. ഗംഭീര
മേക്ക് ഓവറും ഗംഭീര സിനിമയാണ്. ഗംഭീര സിനിമയാണ്. ഒമർലൂർ സാറിന്റെ ഗംഭീര മേക്കിംഗ്. ഇതിൽ പുതുമയെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും ക്യാരക്ടറൊന്നും പറയുന്നില്ല, നിങ്ങൾ കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ വർഷത്തെ ഓണം എന്തായാലും ആൻഡപ്പേട്ടനും പിള്ളേരും കൊണ്ടുപോയി ഓണം കീഴടക്കിയെന്ന് തന്നെ പറയാം. ഒമർ കം ബാക്ക്.